നമസ്കാരം. ഒരു വാർത്ത ചെയ്യുന്നതിന് മുൻപ് അത് സ്ഥിരീകരിക്കുക എന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ധാരാളം സാഹിത്യങ്ങൾ പടരുന്നതുകൊണ്ട് ആ സാഹിത്യങ്ങളൊന്നും ശരിയാവണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് കേട്ടാൽ ഉടനെ അത് വാർത്തയാക്കാറില്ല. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് നിർബന്ധമാണ്. ചില വാർത്തകൾ നമ്മൾ അന്വേഷിച്ചാലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഒരു രാമനാമ ജപ യാത്രയ്ക്ക് നേരെ ഒരു വിഭാഗം ജനക്കൂട്ടം ആക്രമണം നടത്തി എന്ന പേരിൽ ഒരു വാട്സാപ്പ് സന്ദേശവും വീഡിയോയും പടർന്നിരുന്നു. പിന്നീട് അത് കർണാടകയിൽ നിന്നായി, UP-യിൽ നിന്നായി, അങ്ങനെ പലതരത്തിൽ അത് പ്രചരിച്ചു. അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യം. എന്നാൽ ഇന്നത്തെ ദേശാഭിമാനി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. UP-യിലെ പോലെ തന്നെ മഹാരാഷ്ട്രയിലും ബുൾഡോസർ രാജ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ വാർത്ത. അതോടെ അത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതാണെന്ന് വ്യക്തമായി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോഴും ഈ സ്ഥിരീകരണം ഉറപ്പാക്കാൻ വാശി കാണിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില കൗതുകമുണർത്തുന്ന കാഴ്ചകൾ കാണുമ്പോൾ സമയം കളയാതെ അപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് വാർത്ത ചെയ്യുന്ന ഒരു ഉറപ്പ് പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിന് ഉണ്ടായെന്ന് വരണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും തെറ്റാവരുത് എന്ന നിർബന്ധ ബുദ്ധിയുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അപ്പോഴേക്കും അതിനടിയിൽ ധാരാളം കമന്റുകൾ വന്നു. ഇതാണോടാ നിന്റെ വിവരം, ഇതാണോടാ നിന്റെ പത്രപ്രവർത്തനം, പണ്ടേ ഒരു തട്ടിപ്പാണെന്ന് തെളിഞ്ഞത്, നീ ഇപ്പോ ഷെയർ ചെയ്യുന്നോടാ എന്നൊക്കെ ചോദിച്ചു കുറെ ചീത്തവിളികൾ കണ്ടു. ഫാക്ട് ചെക്ക് എന്ന പേരിൽ കുറെ ലിങ്കുകളും കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നോർത്തിരിക്കുമ്പോഴാണ് ഇന്നത്തെ ദേശാഭിമാനി എന്നോട് പറഞ്ഞത്, ഷാജാൻ, നിനക്കല്ല തെറ്റുപറ്റിയത്, സോഷ്യൽ മീഡിയയിലെ ന്യായീകരണ കമ്മികൾക്കാണെന്ന്. ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ഇന്ന് വാർത്തയുണ്ട്. അതിനു മുമ്പ് എന്തായിരുന്നു ആ വാർത്ത എന്ന് നോക്കാം. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം EMS. 1987 ജനുവരി മാസം 14 മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്ന തരത്തിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്തയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ വാർത്ത ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് അത് ശരിയായിരിക്കുമെന്ന മുൻവിധിയിലായിരുന്നു ആദ്യം ഷെയർ ചെയ്തത്. എന്നാൽ ധാരാളം പേർ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പരിശോധിക്കാം എന്നോർത്ത് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ദേശാഭിമാനി പറയുന്നു ആ വാർത്ത ശരിയാണ്. മാതൃഭൂമി സൃഷ്ടിച്ച വിവാദം, EMS-നെതിരായ വ്യാജ വാർത്ത കുത്തിപ്പൊക്കി സംഘപരിവാർ എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത. വാർത്ത ഇങ്ങനെ തുടങ്ങുന്നു: ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് EMS പ്രസംഗിച്ചെന്ന മാതൃഭൂമിയുടെ വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിപ്പിച്ച് സംഘപരിവാർ. 1987 ജനുവരി 13 EMS മലപ്പുറത്തെ തിരൂരിൽ പ്രസംഗിച്ചു എന്ന നിലയിലാണ് മാതൃഭൂമി വാർത്ത സൃഷ്ടിച്ചത്. ജനുവരി 14 പത്രത്തിൽ അത് അച്ചടിച്ചും വന്നു. മറ്റൊരു പത്രവും ഇത്തരമൊരു പ്രസംഗം കേട്ടതായി വാർത്ത നൽകിയില്ല. വാർത്ത കളവാണെന്ന് EMS അന്ന് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പ്രസ്താവന പറയാത്തത് എന്ന തലക്കെട്ടിൽ ജനുവരി 15 ദേശാഭിമാനി 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. ക്ഷേത്രമോ പള്ളിയോ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തവരുടെ ലക്ഷ്യം വ്യക്തമാണെന്നും പള്ളികൾ പൊളിച്ചു മാറ്റുകയെന്ന തങ്ങളുടെ ഹൈന്ദവ വർഗീയ ആവശ്യത്തിന് തന്റെ കൂടെ പിന്തുണയുണ്ടെന്ന് വരുത്തിയാണ് ലക്ഷ്യമെന്നും EMS ചൂണ്ടിക്കാട്ടി. സത്യം പറഞ്ഞ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു വിദഗ്ധൻ വ്യാജമായി സൃഷ്ടിച്ച ഒരു വാർത്തയാണ് എന്ന് കരുതിയാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. എന്നാൽ ദേശാഭിമാനി സ്ഥിരീകരിച്ചിരിക്കുന്നു, അത് വ്യാജമായി സൃഷ്ടിച്ച വാർത്തയല്ല, അത് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്തയാണ്. മാതൃഭൂമിയിൽ വന്ന വാർത്ത വ്യാജമാണ് എന്ന് ദേശാഭിമാനി പറയുന്നു എന്ന് മാത്രം. ആ പറച്ചിലിനെ ആധികാരികമാക്കി ചില സോകോൾഡ് ഫാക്ട് ചെക്കിംഗ് വിഭാഗക്കാർ വ്യാജമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് അത് വ്യാജമാണ് എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്നത്? മാതൃഭൂമിയിൽ അങ്ങനെ ഒരു വാർത്ത വരുന്നു, ആ പ്രസംഗം വ്യാജമാണെന്ന് ദേശാഭിമാനി എഴുതുന്നു. അപ്പോൾ മാതൃഭൂമിയേക്കാൾ കൂടുതൽ വിശ്വാസ്യത ദേശാഭിമാനിക്കാണോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ എന്നെക്കുറിച്ച് ഒരു 100 വാർത്തയെങ്കിലും വ്യാജമായി ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട എഡിഷനിൽ ഒരുപക്ഷെ അതിലധികമാവാം. വ്യാജ വാർത്തകളുടെ ഒരു വിളനിലമാണ് ദേശാഭിമാനി എന്ന് എല്ലാവർക്കും അറിയാം. CPM-നെ വിമർശിക്കുന്ന സകലർക്കെതിരെയും വ്യാജ വാർത്ത കൊടുക്കും. വിനു വിജോൺ വണ്ടി ഇടിച്ച് അപകടമുണ്ടാക്കി നാട്ടുകാർ കൈവച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തത് ഈ അടുത്ത കാലത്താണ്. ദേശാഭിമാനിയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ കേസ് കൊടുത്തപ്പോൾ മാപ്പ് പറഞ്ഞു നമുക്കറിയാം. മലയാള മനോരമയുടെ വ്യാജ ലെറ്റർപാടുണ്ടാക്കി മനോരമയിൽ CPM-ന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ വാർത്ത കൊടുത്ത PM മനോജാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. അങ്ങനെ എണ്ണിയാൽ തീരാത്ത 100 കണക്കിന് വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഒരുപക്ഷെ ശരിയായ വാർത്തകളെക്കാൾ കൂടുതൽ
വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ലോകത്തെ ഏക മാധ്യമ സ്ഥാപനം ഒരുപക്ഷെ ദേശാഭിമാനിയാവും. ദേശാഭിമാനി അത് നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രം മാതൃഭൂമിയുടെ വാർത്ത എങ്ങനെയാണ് വ്യാജ വാർത്തയായത്? ബാബറി മസ്ജിദ് പൊളിക്കണമെന്നായിരുന്നു EMSന്റെ അഭിപ്രായമെന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നു. ആ വാർത്ത വിവാദമായതോടെ EMS നിഷേധക്കുറിപ്പ് ഇറക്കുന്നു. ദേശാഭിമാനി EMSന്റെ നിഷേധക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ഇത്രയും ഗൗരവമേറിയ ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ തീർച്ചയായും EMSഉം CPMഉം കേസ് കൊടുക്കേണ്ടതാണ്. അവർ കേസ് കൊടുത്തോ മാതൃഭൂമിക്കെതിരെ? മാതൃഭൂമി ആ വാർത്ത തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്തോ? ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം അത് വ്യാജ വാർത്തയാണ് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ വാദം വ്യാജമാണെന്നാണ്. ഒരു വാർത്ത വ്യാജമാണെന്ന് ദേശാഭിമാനി പറഞ്ഞാൽ അത് വ്യാജമല്ല. അതേസമയം ഒരു വാർത്ത സത്യമാണ് എന്ന് പറഞ്ഞ് ദേശാഭിമാനി പറഞ്ഞാൽ അത് വ്യാജമാണെന്ന് വിശ്വസിക്കാം. EMSന്റെ രീതി അനുസരിച്ച് EMS അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. EMS പ്രസംഗിച്ചതാവാം, ആ പ്രസംഗം മാതൃഭൂമി അതേപടി റിപ്പോർട്ട് ചെയ്തതാവാം, പിന്നീട് വിവാദമായപ്പോൾ EMSഉം ദേശാഭിമാനിയും ഉരുണ്ട് കളിച്ചതാവാം. EMS ശരീഅത്ത് നിയമങ്ങൾക്കെതിരായിരുന്നു, EMS മുത്തലാഖിനെതിരായിരുന്നു, EMS അത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, അത്തരത്തിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. EMSന്റെ ഭാര്യയെ പോലും കെട്ടുമെന്ന് പറഞ്ഞ് അക്കാലത്ത് മുസ്ലിം സംഘടനകൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. EMSന്റെ നിലപാട് അതാണ്. ആ നിലപാട് കുറച്ചൊക്കെ പിന്തുടർന്നത് VS അച്യുതാനന്ദനാണ്. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, EMSന്റേതൊന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും മതനിരപേക്ഷമായ ഒരു പാരമ്പര്യമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കാനോ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകമായി ദ്വേഷിക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിച്ചിരുന്നില്ല. അവർ എല്ലാ മതങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യത്വത്തെ മുറുകെ പിടിച്ചിരുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അന്ന് EMSന് ന്യൂനപക്ഷ പ്രീണന ഭയമില്ലാതെ ഇത്തരം നിലപാടെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ പാർട്ടി ആകപ്പാടെ മാറി. പിണറായി വിജയന്റെ കൈകളിലെത്തിയ CPM ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഉസ്താദായി മാറി. അതുകൊണ്ടാണ് ഇന്നലെ കുട്ടി സഖാക്കൾ ശശി തരൂരിനെതിരെ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പ്രകടനം നടത്തിയത്. ശശി തരൂർ രാംലല്ലയുടെ ചിത്രം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് മതേതര വിരുദ്ധമാണ് എന്നാണ് കുട്ടി സഖാക്കളുടെ നിലപാട്. രാമൻ ഹിന്ദുക്കളുടെ ദൈവമാണ്, ശശി തരൂർ ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തിയപ്പോൾ തരൂർ ആ ചിത്രം പങ്കുവച്ചു. അതിന്റെ പേരിൽ SFIക്കാർ ഇന്നലെ തരൂരിനെ തടഞ്ഞത് അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാടിന്റെ ഭാഗമാണ്. ഹിന്ദു വിരുദ്ധ നിലപാട് മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളോട് ഇതല്ല CPMന് ഇപ്പോഴത്തെ സമീപനം. എന്നാൽ CPM പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു എന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാറുകാർ EMSന്റെ സ്വപ്നം സഫലമായി എന്ന പേരിൽ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന്റെ പേരിൽ CPMകാർ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ EMSന്റെ അന്നത്തെ പ്രസ്താവനയും അത് വ്യാജമാണ് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള CPMന്റെ ഇപ്പോഴത്തെ ശ്രമവും ചർച്ചയാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെയൊക്കെ മാറിപ്പോയത് എന്ന് മാത്രമേ ഇനിയും മനസ്സിലാക്കാനുള്ളൂ.